സൂപ്പർ ആയിട്ട്. ഓ അടിപൊളി മാസ് ലാലട്ട എല്ലാരും കൊള്ളാം. സൂപ്പർ ആയിട്ട് എല്ലാരും വന്ന് തിയേറ്ററിൽ കാണണം. ഇന്നൊരു കൂടി കാണണം. നൈസ് മൂവി. സെറ്റ് സൂപ്പർ സൂപ്പർ പടം വെറുതെ അടിപൊളിയാണ്, മാസാണ്. ഈ സീസൺ തൂക്കി അത്രേ ഉള്ളൂ. വെറുതെ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് കൈയടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്പേസ് ഉണ്ടായി തന്നെ സിനിമക്ക് വേണ്ടി. കണ്ടതിനെ മനസ്സിലാവുള്ളൂ. എല്ലാവരും ഇതേപോലത്തെ ഒരു ഫാൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയ തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്നാണ് പറയണത്. അത്രക്ക് അടിപൊളിയാണ് ആള്. പടത്തൂക്കി ലാലേട്ടൻ സെക്കൻഡ് ഹാഫ്, ദിലീപാട്ടൻ ഫസ്റ്റ് ഹാഫ്, പീക്ക്. പിന്നെ സോന പാട്ടൊക്കെ വെച്ചിട്ട് ഇന്റർവെൽ ഫൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ കലക്ക് ക്ലൈമാക്സ് ഒക്കെ വെറുതെ തീപ്പൊരി. ഒരു മുണ്ട് മടക്കി കുത്തി മീശയൊക്കെ ഒരു സാധനം അടിപൊളി. ഫസ്റ്റ് ഹാഫ് ലാലേട്ടൻ ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ, സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ തൂക്കി. അടിപൊളി പടം. കൊള്ളാം നല്ല പടം കേട്ടോ. ലാലേട്ടൻ ദിലീപ് പൊളിച്ചു. നല്ല പടം. സീൻ പടം ചേട്ടാ, സീൻ പടം. സൂപ്പർ കൊള്ളാം. ദിലീപിന്റെ കംബാക്ക് ആയിരുന്നു പുതിയ. സൂപ്പർ കൊള്ളാം. അടിപൊളി സൂപ്പർ പൊളിയായിരുന്നു. ദിലീപ് പൊളിച്ച് കംബാക്ക്. അടിപൊളി കംബാക്ക് ആയിരുന്നു. സൂപ്പറായിട്ട് അടിപൊളി. മസ്റ്റ് വാച്ച്. പടം ലാലേട്ടൻ വന്നപ്പോഴും ഞാൻ ലാലേട്ടൻ്റെ ആളാണല്ലോ. ലാലേട്ടൻ എന്ന് പറഞ്ഞാണല്ലോ എൻ്റെ മോനെ ഒരു ഒന്നൊന്നര വരവുണ്ട്. ഒന്നൊന്നര വരവാണ് ലാലേട്ടൻ വന്നു. എൻ്റെ ചങ്ക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കഴിഞ്ഞ പ്രാവശ്യം തുടരും പടം കണ്ടപ്പോൾ ഞാൻ കരയായിരുന്നു. ഇപ്പം ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എനിക്കിനി കരയേണ്ട ആവശ്യമില്ല. സാർ അത്രയും നന്നായിട്ട് ലോകത്തിലെ നമ്പർ 1 അഭിനയ ചക്രവർത്തിയാണ്. ഇത് ഞാൻ എന്തിനാ കരയുന്നത്? അതെ. പിന്നെ നമ്മുടെ സിനിമ ഫീൽഡിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കണ്ട ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് പ്രേം നസീറും ജയഭാരതി ചേച്ചിയും ഷീല ചേച്ചിയും അതുപോലെ പ്രേം നസീർ, അതുപോലെ ഉമ്മർ സാറ്, ജോസ് പ്രാശി സാറ്, ഇവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പണം ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർക്ക് വരുന്നുണ്ട്. അത് കാരണം ഇവർ തമ്മിൽ അടിയാണ്. ഇവർ ശാന്തമായിട്ട് പോകാനുണ്ടല്ലോ ജനങ്ങളെല്ലാം പടം കാണുന്നത്. ആ ജനങ്ങൾ ഇവരെ വളർത്തണമെങ്കിൽ ജനങ്ങളുടെ അടുത്ത് നല്ലത് കാണിക്കണം. കുറവുകളൊക്കെ ഉണ്ടാവും, കുറവില്ലാത്ത ആരുമില്ല. പക്ഷെ നമ്മുടെ ലാലേട്ടൻ്റെ അഭിനയം ഉണ്ടല്ലോ, ലാലേട്ടൻ എല്ലാവരും ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാരണം എന്താ? ലാലേട്ടൻ പാട്ടാ സൂപ്പർ. ലാലേട്ടൻ വന്ന ആ വരവ് കാണണം. എന്നെ മോനെ ഒരു ഒന്നൊന്നര വരവുണ്ട് ലാലേട്ടൻ വരുന്നുണ്ട്. ഞാൻ ലാലേട്ടൻ ദിലീപിനോട് എനിക്ക് ഇഷ്ടക്കുറവില്ല, മഞ്ജുവാരിയോട് ഇഷ്ടമില്ല, അതുപോലെ കാവ്യോട് ഇഷ്ടക്കുറവില്ല. എല്ലാവരോടും എനിക്ക് ഒരു ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സംഘത്ത് വെക്കുന്നത് ലാലേട്ടനും മമ്മൂട്ടി സാറിനും അസുഖം വന്നപ്പോൾ മമ്മൂട്ടി സാറിനെ ഞാൻ ബെന്നി അടിച്ചിട്ടുണ്ട്. മമ്മൂട്ടി സാറിനെ ഞാൻ പ്രാർത്ഥിച്ചു മമ്മൂട്ടി സാറിൻ്റെ അസുഖം പോകാൻ വേണ്ടി. ബെന്നിയോ അടിപൊളി. പടം നല്ല പടം. ദിലീപും മോഹൻലാലും ചുമ്മാ വന്ന് അഭിനയിച്ചിട്ടുള്ളൂ. സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടി ആ പടം എന്താ ഒരു ടോപ്പിലൊക്കെ എത്തിച്ചു. പോരാത്തിന് ഗോപി സുന്ദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചുമ്മാ സീൻ. അഴിഞ്ഞാട്ടം പാട്ടിൽ ഭയങ്കര നെഗറ്റീവ് റിവ്യൂ വന്നെങ്കിലും ചുമ്മാ അഴിഞ്ഞാടി കളഞ്ഞു. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസാണ്. ആ ഒരു മൊമെന്റിൽ ഫാൻ ബേസ് പടമാണ് നമ്മുടെ മൊത്തം ഒരു മാഡ്നസ്. കംപ്ലീറ്റ് മാഡ്നസ് ആണ്. കംപ്ലീറ്റ് മാഡ്നസ്. ഒരു കിടിലം പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പിന്നെ ഒരു ഫാൻ ബേസ് മൂവിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് സൈലന്റ് ചെയ്ത് പോകേണ്ട ഒരു മൂവിയല്ല. കമ്പനിക്കാരുടെ കൂടെ വന്നിട്ട് സെറ്റപ്പ് ചെയ്താലാണ് പടം അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ആ ഒരു വൈബിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ ശരി. ഭ്രാന്തന്മാർക്ക് പറ്റും. നമ്മളെപ്പോലുള്ള ഭ്രാന്തന്മാർക്ക് പറ്റിയ ഭ്രാന്തം പടം ചേട്ടാ. ഫാൻസുകാർക്ക് പറ്റിയ പടം. അത് അടിച്ച് ആവേശം കൊടുക്കുന്നുണ്ട്. പൊളിയായിരുന്നു. പിന്നെ ഇത് കേസിന്റെ
ആരോ കുടുക്കെന്ന് പറഞ്ഞു അത് നല്ലോണം പറയുന്നുണ്ട്. ഇതിപ്പോ ദിലീപേട്ടൻ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫാൻസാർ കേൾക്കും, ഉറപ്പ് തെളിയിക്കും.